നമസ്കാരം. ഒന്നാലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം സൃഷ്ടിച്ചത് അഹങ്കാരിയും അജ്ഞാനിയുമായൊരു ദൈവമാണെങ്കിലോ? കേൾക്കുമ്പോൾ തന്നെ ഞെട്ടല് തോന്നുന്നുണ്ടല്ലേ? ഇത് ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മുഴുവൻ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു കഥയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളോളം മണ്ണിനടിയിൽ മറഞ്ഞുകിടന്ന ഒരു പുരാതന ഗ്രന്ഥം പറയുന്ന കഥ. നമുക്കൊരുമിച്ച് യോഹന്നാന്റെ രഹസ്യ വെളിപ്പാടിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് 1945-ലാണ്. ഈജിപ്തിലെ മരുഭൂമിയിലൊരു കർഷകൻ തികച്ചും യാദൃശ്ചികമായൊരു വലിയ മൺഭരണി കണ്ടെത്തുന്നു. അതിനുള്ളിൽ എന്തായിരുന്നെന്നോ? ഏകദേശം 1500 വർഷത്തോളം ലോകത്തിന്റെ കണ്ണിൽ നിന്ന് മറച്ചുവെക്കപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ശേഖരം. ആരോ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ചുവെച്ച ആശയങ്ങളായിരുന്നു അവ. ഈ പുരാതന ഗ്രന്ഥങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഞെട്ടിക്കുന്ന ചോദ്യം ഇതാണ്: നമ്മുടെ ഈ ലോകത്തെ സൃഷ്ടിച്ചത് അഹങ്കാരിയും അജ്ഞാനിയുമായ ഒരു ദൈവമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറ്റാണെങ്കിൽ എന്തു ചെയ്യും? ഈ ഒരു ചിന്തയാണ് ഈ പുരാതന ഗ്രന്ഥത്തിൻ്റെയെല്ലാം കാതൽ. അപ്പോൾ ഇങ്ങനെയൊരു ഞെട്ടിക്കുന്ന ആശയം ഇതെങ്ങനെ നമ്മുടെ കയ്യിലെത്തി? നാഗ് ഹമ്മാദി എന്ന സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ ഈ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യോഹന്നാന്റെ രഹസ്യ വെളിപാട്. നമുക്കതിൻ്റെ കഥയിലേക്ക് കടക്കാം. ശരിക്കും ഒരു സിനിമയെ വെല്ലുന്ന കഥയാണ് ഈ ഗ്രന്ഥങ്ങൾ കണ്ടെത്തിയതിനു പിന്നിൽ. ആദ്യകാല ക്രിസ്ത്യൻ ചരിത്രത്തിൽ നിന്നും അധികാരമുള്ളവർ തുടച്ചുനീക്കാൻ ശ്രമിച്ചവരുടെ ശബ്ദമാണ് ഈ താളുകളിൽ നമ്മൾ കേൾക്കുന്നത്. അതായത് ഔദ്യോഗിക സഭ ഇല്ലാതാക്കാൻ ശ്രമിച്ച, മറച്ചുവെക്കാൻ ശ്രമിച്ച ആശയങ്ങൾ. ശരി, ഇനി നമുക്ക് ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളിലേക്ക് കടക്കാം. ദൈവത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും നിങ്ങൾ ഇതുവരെ കേട്ടതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടിന് തയ്യാറായിക്കോളൂ. ഈ പ്രപഞ്ചവീക്ഷണത്തിന്റെ ഏറ്റവും മുകളിൽ ദി വൺ എന്ന് വിളിക്കുന്ന ഒരു ശക്തിയാണ്. ശ്രദ്ധിക്കണം, ഇതൊരു വ്യക്തിയല്ല, മറിച്ച് നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത, എല്ലാറ്റിനും അതീതമായ ഒരു ശുദ്ധമായ ഊർജം, ഒരു പ്രകാശം പോലെയാണ്. ഇവിടെയാണ് കേട്ടോ കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത്. ഈ ഗ്രന്ഥം ദൈവിക തലങ്ങളെ ഒരു കുടുംബം പോലെയാണ് അവതരിപ്പിക്കുന്നത്. ഏറ്റവും മുകളിൽ പിതാവ്, തൊട്ടുതാഴെ ബാർബെല്ലോ എന്ന ദൈവിക മാതാവ്, പിന്നെ ക്രിസ്തുവായ പുത്രൻ. അതായത് ഒരു പിതാവ് മാതാവ് പുത്രൻ തൃത്വം. ഇതിന് താഴെയായി അയോണുകൾ എന്നറിയപ്പെടുന്ന മറ്റു ദൈവിക ജീവികളും. ഇത് നമ്മൾ കേട്ട് പരിചയിച്ച ക്രിസ്ത്യൻ സങ്കല്പങ്ങളെ ശരിക്കും തലകീഴായി മറിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു സംശയം വരാം: ഇത്രയും പെർഫെക്റ്റായ ഒരു ദൈവിക ലോകത്തുനിന്ന് എങ്ങനെയാണ് നമ്മുടേതുപോലെ ഇത്രയധികം പ്രശ്നങ്ങളും കുറവുകളുമുള്ള ഒരു ലോകമുണ്ടായത്? ഇവിടെയാണ് കഥയിലൊരു വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നത്. ഇവിടെയാണ് കഥയിലെ ഒരു ട്രാജഡി നടക്കുന്നത്. സോഫിയ, അതായത് ജ്ഞാനം എന്ന ദൈവിക ശക്തി, സ്വന്തമായി എന്തോ ഒന്ന് സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വലിയൊരു തെറ്റായി മാറി. ആ തെറ്റിൽ നിന്നാണ് ഒരു അപൂർണനായ, അഹങ്കാരിയായ ഒരു ജീവി ഉണ്ടാകുന്നത്. ഈ ഒരു താരതമ്യം നോക്കൂ, ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന സർവജ്ഞാനിയായ ദൈവത്തിനു പകരം ഈ ഗ്രന്ഥത്തിലെ സൃഷ്ടാവ് യാൾദബവോത്ത് അജ്ഞനും അഹങ്കാരിയുമായ ഒരു സിംഹമുഖമുള്ള സർപ്പമാണ്. അപ്പോൾ യാൾദബവോത്ത് അഹങ്കാരത്തോടെ പറയുകയാണ്, ഞാനാണ് ഏക ദൈവമെന്ന്. പക്ഷേ ഈ ഗ്രന്ഥം പറയുന്നതെന്താണെന്നറിയുമോ? ഇതവന്റെ അറിവില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം തനിക്ക് മുകളിൽ ഒരു വലിയ ദൈവിക ലോകമുണ്ടെന്ന് പാവത്തിനറിയില്ലായിരുന്നു. അതുകൊണ്ട് അവനെ ആരാധിക്കുന്നത് ഒരു തെറ്റിനെ ആരാധിക്കുന്നതിന് തുല്യമാണെന്നാണ് ഈ പുസ്തകം വാദിക്കുന്നത്. ശരി, സ്രഷ്ടാവ് തന്നെ എങ്ങനെയാണെങ്കിൽ പിന്നെ അവന്റെ സൃഷ്ടിയായ മനുഷ്യരുടെ കാര്യമോ? ഇവിടെയാണ് കഥയുടെ അടുത്ത ഞെട്ടിക്കുന്ന വഴിത്തിരിവ് വരുന്നത്. ഇതാണ് ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും വിപ്ലവകരമായ ആശയം. ശ്രദ്ധിച്ചു കേൾക്കണം. മനുഷ്യന്റെ ഉള്ളിലെ ദൈവിക അംശം അവനെ സൃഷ്ടിച്ച ദൈവത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അതെ, യാൾദബോത്ത് അറിയാതെ ആദിമാതാവായ സോഫിയയുടെ ഒരു ദൈവീക കണിക മനുഷ്യന്റെ ഉള്ളിൽ പെട്ടുപോയി. അതായത് നമ്മൾ നമ്മുടെ സ്രഷ്ടാവിനേക്കാൾ വലിയവരാണ്. ഇനി അടുത്ത ട്വിസ്റ്റ് നോക്കൂ. നമ്മളെല്ലാവരും വില്ലനായി കാണുന്ന ഏദൻ തോട്ടത്തിലെ പാമ്പ് ഈ കഥയിൽ ഒരു ഹീറോയാണ്. ആദാമിനെയും ഹവ്വയെയും അവരുടെ ഉള്ളിലെ ദൈവിക ശക്തിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വന്ന ഒരു ദൂതൻ. അവൻ നൽകിയത് പാപമല്ല, ഗ്നോസിസ്, അതായത് ഉള്ളിലുള്ള ആ ദൈവിക സത്യത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ചുരുക്കം ഇതാണ്: രക്ഷ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു അപൂർണനായ സ്രഷ്ടാവിലുള്ള വിശ്വാസമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ദൈവിക അംശത്തെക്കുറിച്ചുള്ള അറിവാണ്. ആ ജ്ഞാനമാണ് യഥാർത്ഥ മോക്ഷം. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നുണ്ടാവും: ഇങ്ങനെയൊരു കഥ എന്തുകൊണ്ട് നമ്മളാരും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല? അതിന് വ്യക്തമായൊരു ചരിത്രപരമായ കാരണമുണ്ട്. അതായത് 2-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതമെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലൊരു ഒറ്റ കെട്ടിടമായിരുന്നില്ല. മറിച്ച് പല ആശയങ്ങൾ തമ്മിൽ മത്സരിക്കുന്നൊരു മാർക്കറ്റ് പോലെയായിരുന്നു. ദൈവത്തെയും ക്രിസ്തുവിനെയും രക്ഷയെയും കുറിച്ച് ഒരുപാട് വ്യത്യസ്ത ചിന്തകൾ നിലനിന്നിരുന്നു. യോഹന്നാന്റെ രഹസ്യ വെളിപ്പാട് അതിലൊരു ശക്തമായ ശബ്ദം മാത്രമായിരുന്നു. ഈ ടൈം ലൈനിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ആ കഥ മനസ്സിലാകും.
ഒരു കാലത്ത് ഒരുപാട് പേർ വിശ്വസിച്ചിരുന്ന ഒരു പഠിപ്പിക്കൽ പിന്നീട് എങ്ങനെയാണ് അധികാരമുള്ളവർ വേദവിപരീതമായി മുദ്രകുത്തിയതെന്നും ഒടുവിൽ നശിപ്പിക്കപ്പെടാതിരിക്കാൻ മണ്ണിനടിയിൽ ഒളിപ്പിക്കേണ്ടി വന്നതെന്നും ഇത് വളരെ വ്യക്തമാക്കുന്നു. അപ്പോ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും. എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഇത്രയ്ക്ക് അപകടകരമായി മാറിയത്? എന്തിനായിരുന്നു ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്? ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രന്ഥം ക്രിസ്തുമതത്തിന്റെ തികച്ചും വ്യത്യസ്തമായൊരു മുഖമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ന് നമ്മൾ ഔദ്യോഗിക ക്രിസ്തുമതമായി കാണുന്നത് പല ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയിച്ച ഒരു പക്ഷം മാത്രമായിരുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രം എപ്പോഴും ജയിച്ചവരുടെ കഥയാണെന്ന് ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ രഹസ്യ വെളിപാട് പോലുള്ള ഗ്രന്ഥങ്ങളുടെ കണ്ടെത്തല് ശരിക്കും ഒരു വലിയ കാര്യമാണ്. കാരണം ചരിത്രത്തിന്റെ ഒഴുക്കിൽ മുങ്ങിപ്പോയ നമ്മൾ ഒരിക്കലും കേൾക്കില്ലെന്ന് കരുതിയ ഒരുപാട് കഥകളുണ്ടെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈയൊരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാലോചിച്ചു നോക്കൂ, ചരിത്രത്തിൽ നിന്ന് ഒരുപക്ഷെ മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞ ഈ ചിന്തകൾ, ഈ കഥ അതിജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ ലോകം ഇന്ന് കാണുന്നതുപോലെ ആയിരിക്കുമായിരുന്നോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു.